രാജി ആവശ്യം ന്യായമോ എന്നാണ് ചോദ്യം. രാജി ആവശ്യം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. പക്ഷേ ഇവിടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി അല്ല പ്രധാനപ്പെട്ട പ്രശ്നപരിഹാരം എന്നതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പും അതാത് വകുപ്പുകളിൽ പല പല വീഴ്ചകൾ സംഭവിക്കുമ്പോഴും മന്ത്രിമാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച സന്ദർഭങ്ങൾ ഒരിടത്തുമില്ല. മാത്രവുമല്ല അടുത്തിടെ, അതായത് ഒരൊറ്റ മരണത്തിൻ്റെ പേരിൽ ഇവിടെ എന്താണ് മരണത്തിൻ്റെ കാരണം? ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ എന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ആരോഗ്യ മേഖലയിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനം ഏറ്റവും മോശമായിരുന്നു. അങ്ങനെയാണെങ്കിലല്ലേ രാജി ആവശ്യപ്പെടേണ്ടതുള്ളൂ. നോക്കൂ, ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് നമ്മളെ നിരവധി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ തന്നെ ഓഡിയോ ബൈറ്റിലുള്ളതുമായൊരു കാര്യം, ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിനെ പോലെ ഒരാൾ കുടുങ്ങിക്കിടപ്പില്ല എന്ന് ഒരു കാരണവശാലും മന്ത്രി പറഞ്ഞിട്ടില്ല. ഞാൻ പലതവണ ബൈറ്റ് എടുത്ത് നോക്കി. ബൈറ്റിൽ പറഞ്ഞിരുന്നത് 2 പേർക്ക് പരിക്കുണ്ട്, അതിൽ ആ 2 പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ്. ആരാണ് പറയുന്നത്? ആരോഗ്യവകുപ്പ് മന്ത്രി. ആരാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അത് സൂപ്രണ്ടാണ്. ആ സൂപ്രണ്ടും അവിടെയുള്ള ഇന്നിപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടുകാരും പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥനും, ഒരു ചുവന്ന കോട്ടിട്ടൊരു ഉദ്യോഗസ്ഥനും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യുന്നത്. അത് മന്ത്രിമാരോട് ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, എന്താണ്, എത്ര പേര് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരുടെ പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് ആ 2 പേരൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവരെ കൊണ്ടുപോയിട്ടുണ്ട്, സാരമുള്ളതല്ല. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, കുടുങ്ങിക്കിടപ്പില്ലേ എന്ന കാര്യത്തിൽ ഡിസിസീവായ ഒരു തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒപ്പം തന്നെ വി.എൻ. വാസവനോ പറയുന്നില്ല. ഞാൻ ആ ബൈറ്റ് പലതവണ ആവർത്തിച്ച് കേട്ടു. അതിൻ്റെ അടിയിൽ ആരും കിടപ്പില്ല, രക്ഷാപ്രവർത്തനം നിർത്താം എന്ന് വി.എൻ. വാസവൻ പറഞ്ഞിട്ടില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. ആ ബൈറ്റ് ഞാൻ പല ചാനലുകൾ എടുത്തു നോക്കി. ഇനി നമ്മളുടെ മാത്രം മിസ്സിംഗ് ആണോ, മറ്റേതും ചാനലുകളിലുണ്ടോ എന്ന് നമ്മൾ നോക്കി. ഒരു ചാനലിലെ ഓഡിയോ ബൈറ്റിലും അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2, വി.എൻ. വാസവനും രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അടിയിലൊരാൾ കൂടി കിടപ്പുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുമില്ല. കാരണം അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ല. അവർക്ക് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ കൈമാറുന്നു. ഇൻഫർമേഷൻ കൈമാറുമ്പോഴും അവർ പരിശോധിച്ചു പറയാമെന്ന് പലതവണ നമ്മളോട് പറയുന്നതായിട്ട് ഓഡിയോയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി ആരോഗ്യവകുപ്പ് മന്ത്രിയിലല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. അപകടം നടക്കുന്നത് 10:35. ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നത് 11:10 കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് വി.എൻ. വാസവൻ അവിടെ എത്തുന്നത്. വി.എൻ. വാസവൻ എത്തുന്നു. ആ സമയത്ത് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. ഒരു കാര്യത്തിലുണ്ട്. അതായത് 11:22 മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് സമയമായി. 11:22 മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അടച്ചിട്ടിരുന്ന ബാത്റൂമിന്റെ ഭാഗം എന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടച്ചിട്ടിരുന്ന ബാത്റൂമിൽ എങ്ങനെയാണ് ഇവർ കയറുക? അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് രണ്ടാമത്തെ കാര്യമല്ല, ആ ബാത്റൂമിലാണ് അവർ മരിച്ചത്. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞു എന്നല്ല, തുടങ്ങാൻ വൈകി. ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കേൾക്കൂ. എന്റെ വാദം ഖണ്ഡിക്കുന്നതല്ല. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പഴയ കെട്ടിടമാണ്, അടച്ചിട്ടിരുന്ന ബാത്റൂമിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. ഗുരുതര സാഹചര്യമില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയത്. ഞാൻ ചോദിക്കുന്ന ഈ കാര്യത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. വൈകിപ്പിച്ചിട്ടില്ല എന്നതാണ് എന്റെ വാദം. വൈകിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ? ഗുരുതര സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് അവിടേക്ക് JCB അടക്കം എത്താൻ വൈകിയത്. അവിടെ ആ കെട്ടിടത്തിൽ ഗുരുതര സാഹചര്യമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. പരിക്കു പറ്റിയ 2 പേർക്ക് സാരമായ പരിക്കില്ല. ഞാൻ ഓഡിയോ ബൈറ്റ് പലതവണ ആവർത്തിച്ചു കേട്ടതാണ്. രക്ഷാപ്രവർത്തനം ഞാനും കേട്ടതാണ്. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം. ഞാൻ ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനടിയിൽ ആരുമില്ല എന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. 2, ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. വി.എൻ. വാസവനും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താണ്? അവിടെ നിന്നും കണ്ടെത്തിയത് 2 പേരെയാണ്. അവർക്ക് സാരമായ പരിക്കുള്ളതല്ല. ഇതാണ് നമ്മുടെ ബൈറ്റിലുള്ളത്, നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളത് നമ്മളുടെ വീഡിയോ ബൈറ്റുകളുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അതാണ് വസ്തുത. ആ വസ്തുതയെ നമ്മളിനി എത്രമാത്രം ചിത്രീകരിച്ചാലും ആ വസ്തുതയല്ലാതായി മാറുന്നില്ല. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം. 2 പേർ മാത്രമേ ഉള്ളൂ, അത് പരിശോധിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ JCBയുടെ കാര്യം പറയുന്നത്. ഇതാണ് പോയിന്റ് നമ്പർ 2. JCB വരാൻ വൈകിയത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ജിമ്മി തന്നെയാണ് വി.എൻ. വാസവനുമായി സംസാരിക്കുന്നത്. വി.എൻ. വാസവൻ ഇന്നും പറയുന്നത്, വി.എൻ. വാസവനാണ് പറയുന്നത് JCB വരണം, ഹിറ്റാച്ചി വരണം എന്ന് പറയുന്നത്. ആ കെട്ടിടം 68 വർഷം പഴക്കമുള്ള 1963 മറ്റോ ആണ് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ സ്കെച്ച് എന്ന് പറയുന്നത് ഏറ്റവും അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അവിടേക്ക് JCB പോയിട്ട് വേറെ ഒരു സാധനവും കയറാൻ പറ്റില്ല. ഇന്ന് തന്നെ നമ്മളത് കണ്ടു. ആ ഇടുങ്ങിയ പാസേജിലൂടെയാണ് കയറി പോകേണ്ടത്. ഇല്ല,
മാത്രമല്ല ഇങ്ങനൊരു അപകടം നടന്നാൽ ഫയർ ആൻഡ് സേഫ്റ്റി വണ്ടി പോകണ്ടേ? അതിന് ചുറ്റും ഫയർ ആൻഡ് സേഫ്റ്റി പോലും പോവില്ല. അതായത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ വാഹനം പോലും അതിനുള്ളിൽ കയറില്ല. അത്ര അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഉൾഭാഗത്തേക്ക് ഗ്രില്ല് മുറിച്ചാണ് ഈ ഹിറ്റാച്ചി മെഷീൻ വരുന്നത്. അതിനെടുത്തിരിക്കുന്ന സമയം 1.5 മണിക്കൂറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1.5 മണിക്കൂറാണ് അവിടെ വൈകിയിരിക്കുന്നത്. അതായത് ഹിറ്റാച്ചി മെഷീൻ അതായത് അപകടം നടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആദ്യത്തെ ഇത് മാറ്റി താഴെ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹിറ്റാച്ചി എത്തി 1.5 മണിക്കൂർ സമയമെടുത്തു ഗ്രില്ല് കട്ട് ചെയ്തതിനുള്ളിലേക്ക് വരാൻ. കാരണം അതിന് 2 വശത്തും കെട്ടിടങ്ങളും അവിടെ പ്രവർത്തനക്ഷമമായ വാർഡുകളുടെ ബ്ലോക്കുകൾ നിൽക്കുകയാണ്. അതിനിടയിലേക്കാണ് ഈ 1.5 മണിക്കൂർ സമയം കൊണ്ട് ഹിറ്റാച്ചി മെഷീൻ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ന്യായമല്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മന്ത്രിക്ക് അവിടെ ഒരു പിഴവ് പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു. എന്താണ് പിഴവ് പറഞ്ഞത്? സൂപ്രണ്ട് പറയുന്നു ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു. അങ്ങനെയല്ല എന്ന വസ്തുത തെളിയിച്ചതാണ്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു. കാര്യം 10ാമത്തെ വാർഡിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ്, 1 അല്ല 2 ടോയ്ലറ്റ് ബ്ലോക്കുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് സർജറിക്ക് ശേഷം വരുന്ന ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ വിവരമാണ് യഥാർത്ഥത്തിൽ സൂപ്രണ്ട് ഫീഡ് ചെയ്ത് കൊടുത്തത്. അതാണ് സൂപ്രണ്ട് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അത് സൂപ്രണ്ട് നമ്മുടെ മുന്നിൽ പറയുകയും ചെയ്തു. ഞാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രി ആ പറഞ്ഞ കാര്യമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അത് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന തെറ്റായ ഒരു അഡ്വൈസ് ആയിരുന്നു. ആ അഡ്വൈസ് കൊടുത്തത് അവിടുത്തെ സൂപ്രണ്ടാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ആരോഗ്യ മേഖലയിൽ വീണ ജോർജ് വന്നതിന് ശേഷം മൊത്തം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു നിപ്പ വന്നു കഴിഞ്ഞാൽ ഉടൻ 100% മരണമാണ് സംഭവിക്കുന്നതെന്ന്. എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ കണക്കുകളില്ലേ? 2022 6 പേർക്ക് നിപ്പ വന്നു. അതിൽ 2 പേർക്ക് മരണം സംഭവിച്ചു. 4 പേരെ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുത്തി വിട്ടു. ജിമ്മി അറിയുമോ, കേരളത്തിൻ്റെ ഒരു വലിയ ട്രാക്ക് റെക്കോർഡുണ്ട്, നിപ്പയെ പ്രതിരോധിച്ച ട്രാക്ക് റെക്കോർഡ്. നമുക്ക് 2018 നിപ്പ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ 2 പേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. എനിക്കൊന്ന് 16 പേരോ മറ്റോ അന്ന് നമ്മുടെ നേഴ്സ് അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് നമ്മുടെ മുൻപിൽ വാക്സിൻ ഇല്ല, നമ്മുടെ മുമ്പിൽ മറ്റു മാതൃകകളില്ല, ആൻറ്റി വൈറൽ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല. ലോകത്ത് തന്നെ 66% 70% നിപ്പ ബാധിതരുടെ മരണനിരക്ക് നിലവിലിരിക്കുമ്പോൾ അത് 33% കുറച്ചതാണോ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി തെറ്റെന്ന് ചോദിച്ചാൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുക? 6 പേരിൽ 2 പേർ മരിക്കുകയും 4 പേർ രക്ഷപ്പെടുകയും ചെയ്താൽ നിപ്പ വന്ന് ബാധിച്ചവരെല്ലാവരും മരിക്കും എന്നുള്ള പ്രചരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇകഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ? ദാറ്റ്സ് ഫാക്ട്. ആ ഫാക്റ്റിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അപ്പോൾ മൂന്നാമത്തെ കാര്യവും തെറ്റാണ്. ഇനിയുണ്ട് ആരോഗ്യ മേഖലയിൽ അവിടെ ഒരു കെട്ടിടം ഉയർന്ന് നിൽപ്പുണ്ട്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് ഇപ്പോഴും ഞാൻ വരുന്നു. അതിപ്പോഴും ഞാൻ പറയുന്നു സിസ്റ്റമിക് വീഴ്ചയാണ്. അതാ ഏതെങ്കിലും തരത്തിൽ വീണ ജോർജിന് വീഴ്ചയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അതേ ഉത്തരവാദിത്വം കെ ശൈലജ ടീച്ചറിനുമുണ്ട്. അതേ ഉത്തരവാദിത്വം 1ാം പിണറായി സർക്കാരിനുമുണ്ട്. കാരണം എന്താ? 2013-14 കിട്ടിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കേണ്ടതാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിഫ്ബി കെട്ടിടം. ആ കെട്ടിടത്തിന് എന്തുകൊണ്ടാണ് 1ാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം കൊണ്ട് ഒരു കെട്ടിടം ഉയരാഞ്ഞത്? 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആയിരിക്കുമ്പോൾ 2021 കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. ആ കെട്ടിടം നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ തകർന്നു വീണ കെട്ടിടമേ നിങ്ങൾ കാണൂ, തകർന്നു വീണ ടോയ്ലറ്റ് നിങ്ങൾ കാണൂ, അവിടെയുള്ള TK ജയകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ കാണണം. വയനാട്ടിൽ നിന്ന്, മറയൂരിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്ത് നിന്ന് അവിടെ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇന്ത്യയിലെ പൊതുജനാരോഗ്യ കേന്ദ്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൻജിയോഗ്രാം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊന്നാണ്. അവിടെ TK ജയകുമാർ തന്നെ റെക്കോർഡിട്ടിട്ടുണ്ട്. ഒന്ന് നോക്കണം. അത്രയും അധികം സവിശേഷതകളുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനമുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ട്. നമ്മളത് കണ്ടിട്ടില്ല, നമ്മുടെ ദൃശ്യങ്ങളിൽ വന്നിട്ടില്ല. ഈ ബ്ലോക്കിന് നേരെ ഒരു 100 അടി മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ ആ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാം. അത് 2ാം പിണറായി സർക്കാരിൻ്റെയും 1ാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് നിർമ്മിച്ചതാണ്. അതിന് തൊട്ടപ്പുറത്ത് നിങ്ങൾ വന്നാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ്, ഗൈനക്കോളജി. ഒരു പരാതി വന്നിട്ടുണ്ടോ ഇന്നവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്? ഒരു പരാതി കേട്ടിട്ടുണ്ടോ? ഹൃദ്രോഗ വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പരാതി കേട്ടിട്ടുണ്ടോ ജിമ്മി? കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്താ? കേരളത്തിലെ ഏറ്റവും മികച്ച ഹൃദ്രോഗ ചികിത്സ കൊടുക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. ടെസ്റ്റ് ട്യൂബ് ശിശു പറയുന്ന സ്ഥാപനമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ പൊതുജനാരോഗ്യ സംവിധാനം സ്വാഭാവികമായും അവിടെ ഒരു മരണം നടന്നാലും നമ്മളത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിലെ പൊതുജനാരോഗ്യം പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു ആശയമാണ്. ഇനി ഞാൻ ഒരു കണക്ക് കൂടി പറയാം. നമ്മുടെ ഇക്ബാൽ സാർ പറഞ്ഞൊരു കണക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്, പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കണക്ക് കൂടിയാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് ഇക്ബാൽ സാർ പറയുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രണ്ട് സർക്കാരുകളുടെയും കാര്യത്തിൽ ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തിയാൽ 2013-2014 ആരോഗ്യ മേഖലയിൽ ചികിത്സ തേടുന്നതിന് ഓരോ വ്യക്തിയും അവൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരുന്ന തുക നമ്മളതിനെ പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നാണ്, OOPE. അതായത് ഓരോരുത്തരുടെയും സ്വകാര്യ ചിലവ്.
UDF സർക്കാരിൻ്റെ കാലത്ത് 2012-13 UDF സർക്കാരിൻ്റെ കാലത്ത് ഔട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 76%. 76%. 76%. അന്ന് ആരോഗ്യമേഖലയിൽ സർക്കാർ ചെലവഴിച്ചിരുന്നത് ആ അർത്ഥത്തിൽ 24% ആണ്. അപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ 76% സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഈ രണ്ടാമത്തെ LDF സർക്കാരിൻ്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോക്കൂ 59% കുറഞ്ഞിരിക്കുന്നു. 76-ൽ നിന്ന് 59% കുറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ നേട്ടമായി ഞാൻ ചിത്രീകരിക്കുന്നില്ല, പക്ഷേ ഒരു നേട്ടമാണ്. കാര്യം 17% കുറവുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. അവിടെ ഒട്ടനേകം ഉദാഹരണങ്ങൾ പറയാൻ കാണിക്കും, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇതൊരു കണക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ചെറുതല്ല. 8.5 കോടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് OP ടിക്കറ്റുകളുടെ എണ്ണം. LDF സർക്കാരിൻ്റെ കാലത്ത് 13.5 കോടി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. ചെറിയ കണക്കാണോ? ഇത്രയും പേര് ആശ്രയിക്കുന്നൊരു പൊതുജന സംവിധാനമല്ലേ? അവിടെ ഉണ്ടായ പിഴവ്, പക്ഷേ അത് സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് തന്നെയാണ് എൻ്റെ വാദം. അത് സ്വാഭാവികമായും പ്രതിപക്ഷം ഈ രാജിയൊക്കെ ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന രാഷ്ട്രീയ അവസരമാണ്. ഒരു അവസരം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ മരണത്തിന് ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രിയോ VN വാസവനോ അല്ല. അതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ്. ആ സിസ്റ്റമിക് ഫെയിലിയറിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ് അത് ഒന്നാം പിണറായി സർക്കാരിനുണ്ട്, രണ്ടാം പിണറായി സർക്കാരിനുണ്ട്. അതേപോലെ 2013 ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടിട്ടും ഒരു കടലാസ് പോലും നീക്കാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനുമുണ്ട്. Meet the editors.